ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, അതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി. ഞാനിവിടെ ടീസ്പൂൺ എടുത്തത് കൊണ്ടാണ് 2 ടീസ്പൂൺ എടുക്കുന്നത്. ടേബിൾ സ്പൂണിലാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. 1 കപ്പ് മൈദയിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത്, പിന്നെ നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ലപോലെ പഴുത്ത പഴമാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അത് നല്ലപോലെ മധുരമുള്ളതാണ്. അതുകൊണ്ട് 3 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കരുത്, ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ ആക്കിയിട്ടെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ മിക്സ് ചെയ്യണം. എനിക്കിപ്പോൾ ഇവിടെ ഒരു 1.25 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. നിങ്ങൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ട് മാറ്റം വരും. നല്ല പോലെ മിക്സ് ചെയ്യണം. ഒരു വിസ്ക് എടുക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കത് ബാറ്റർ റെഡി ആയ ഉടനെ തന്നെ പഴംപൊരി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം ലൂസാവാനും പാടില്ല, അധികം ടൈറ്റ് ആവാനും പാടില്ല. ഇനി നമുക്ക് അതിനാവശ്യമായിട്ടുള്ള പഴം എടുക്കാം. ഞാനിവിടെ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പോലെ പഴുത്ത പഴമാണ്. നല്ല പോലെ പഴുത്ത പഴമാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ് പഴംപൊരിക്ക്. ഞാനിവിടെ ഒരു പഴം 3 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് 3ഓ 4ഓ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ ഇതാ പഴമെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഓയിൽ കുറച്ചധികം ഒഴിക്കണം. ഇനി ഓയിൽ നല്ല പോലെ ചൂടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിലേക്ക് പഴം പൊരി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ നല്ല പോലെ കുടിക്കും. അപ്പോൾ ഇതാ ഓയിൽ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പഴത്തിൻ്റെ പീസ് എടുത്തിട്ട് ആ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണത്. പുറമേ ക്രിസ്പിയും അതുപോലെ അതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ നമ്മളിതാ ഓയിലിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു സൈഡ് കുക്കായതിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലപോലെ കുക്കായി കിട്ടണം. അപ്പോൾ ഇത് അതിൻ്റെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ അത് ഒന്ന് തിരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അത് നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ എണ്ണൊന്നും അധികം കുടിക്കില്ല. ഇതാ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പുറമേ നല്ല ക്രിസ്പിയാണ്, അകം നല്ലൊരു സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഓക്കെ.